നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിന് ഈ പ്രഭാതത്തിൽ മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന ദൈവിക ദൂത് ഇന്ന് പകൽ ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് വിടുതലായി, അസാധാരണമായ ചൈതന്യത്തിന് കാരണമായി തീരത്തക്ക നിലയിൽ സ്വർഗം തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പകലായി തീരുവാൻ ഇടയാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്ത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു ശബ്ദം, ദൂത്. ഞാൻ പുതിയതൊന്ന് ചെയ്യും. പണ്ടത്തെ അനുഭവങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ മറക്കുന്ന അവസ്ഥയിൽ കർത്താവ് പുതിയതൊന്ന് ചെയ്യും. ആത്മീയ തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് ഇടപെടുന്നു. പുതിയതിന് ഒന്ന് സമയമായിരിക്കുക, പുതിയ ദൈവപ്രവർത്തിക്ക് സമയമായിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ ചില കാര്യങ്ങൾ എപ്പോൾ വരും, ഏത് സമയം, അപ്രകാരം സമയനിശ്ചയമില്ലാത്ത സ്ഥിതിയിൽ മാനസിക വ്യതയിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. വചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം സ്വർഗം വിളിച്ചു പറയുന്ന ദൂത്, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് പകൽ ആഴത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ തലങ്ങൾക്ക് ആഴം വർദ്ധിപ്പിക്കുന്ന പ്രത്യാശയുടെ മേഖലകൾക്ക് വർധന സംഭവിച്ച ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൂത് വേഗത്തിൽ ചലനങ്ങൾ സംഭവിക്കും, വേഗത്തിൽ നിവർത്തികൾ വെളിപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രഭാതത്തിലെ ശബ്ദം, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോകുക. തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കുകയാ. മരുഭൂമിയിൽ ഒരു വഴി ദൈവം തുറക്കുകയാ. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഇതാ ഒരു പുതിയ അധ്യായം ചിലർക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്ന ജീവിതങ്ങൾ, ഹാഗറും പൈതലും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മരുഭൂമിയിലെ വഴി കണ്ടിരിക്കുകയാ. സ്വർഗം അവരുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ തന്നെ മനുഷ്യൻ തള്ളിക്കളഞ്ഞപ്പോഴും ദൈവം മരുഭൂമിയിൽ വഴി തുറന്നു. എവിടെ അസ്തമിക്കും, എവിടെ തകർന്നു പോകും എന്ന് നിശ്ചയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, നീ നിന്ന സ്ഥാനത്ത്, മടുത്ത് നിന്ന സ്ഥാനത്ത്, തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥാനത്ത് അവിടെ വഴി തുറക്കുക ദൈവശക്തന. മടുത്ത മണ്ഡലങ്ങളിൽ, അത് മരുഭൂമിയുടെ അനുഭവം പോലെ ജീവിതത്തിൽ ഇന്ന് പ്രഭാതത്തിലും പകലുമായിരിക്കും പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആ മരുഭൂമിയിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടാൻ പോവുക. ഒരു പുതിയ പുസ്തകം തുറക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ മേഖലകൾക്ക് ഇതാ മാറ്റം ദൈവം വരുത്തുന്നു. സ്ഥിതിക്ക് വ്യതിയാനം കർത്താവ് കൽപ്പിക്കുന്നു. മരുഭൂമിയിലെ വഴി അവരുടെ ചരിത്രം മാറുന്നതായിരുന്നു, അവരുടെ ജീവിത സ്ഥിതിയെ മാറ്റിമറിക്കുന്നതായിരുന്നു. മനുഷ്യമായ ആശ്രയങ്ങൾ ഇല്ലാതെ വണ്ണം സ്വർഗത്തിൻ്റെ കരത്തിൽ നിന്ന് വെളിപ്പെട്ട അത്ഭുതകരമായ വാതിൽ അവരുടെ ജീവിതത്തിൽ ഒരു രക്ഷയ്ക്ക് കാരണമായി, വാഗ്ദത്തങ്ങൾക്ക് കാരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ഇനി തുറക്കുന്ന ഉറവ അത് പുതിയതാ, അത് ചരിത്രം മാറും. അത് പുതിയ പുസ്തകം തുറക്കുന്നത് പോലെ ജീവിതസ്ഥിതി മാറാൻ പോവാ. അപ്രകാരമാ ദൈവത്തിൻ്റെ ഇടപെടൽ. ഈ
ദിവസങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പോവാ. പണ്ടത്തെ കാലങ്ങൾ മറക്കുന്ന നിലയിൽ, പഴയ അനുഭവങ്ങൾ ഓർക്കാൻ പോലും സമയമില്ലാത്ത നിലയിൽ പുതിയ മാനങ്ങൾ ജീവിതത്തിൻ്റെ പാന്താവുകളിൽ ഇതാ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. വചനത്തിൻ്റെ ദൂത് ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. എപ്പോൾ സംഭവിക്കും, എപ്രകാരം നടക്കും, ഏത് സമയ നിശ്ചയമില്ലാത്ത ആ വിഷയം ഇപ്പോൾ ഉത്ഭവിക്കാൻ പോവാ. ഇതാ മരുഭൂമിയിൽ ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ കുടുംബത്തിൽ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയ പദ്ധതികൾ കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വെളിപ്പെട്ടു വരാൻ പോകുന്ന ദിവസങ്ങളാണ്. ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ. ദൈവം സഹായിക്കാൻ പോവാ, ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു. അപ്രകാരം തന്നെ സംഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. തകർച്ചയുടെ മണ്ഡലത്തിൽ, മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതന് പുതിയത് തുറന്നു കൊടുത്ത് കർത്താവേ, അത്ഭുതത്തിൻ്റെ മേഖലകൾ വെളിപ്പെടുത്തി അവിടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, പണ്ടത്തെ അനുഭവങ്ങൾ മറക്കുന്ന പുതിയ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് വഴി നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവം അങ്ങനെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ നടക്കട്ടെ, ദൈവശക്തി അവരുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. അസാധാരണമായൊരു സൗഖ്യം ഇപ്പോൾ ശരീരതലങ്ങളിൽ നടക്കട്ടെ, മാനസിക തലങ്ങളിൽ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ സംഭവിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.